Hi everyone, welcome back to my classroom. Today we are going to discuss about modern trends in recruitment. We have already discussed modern recruitment method and concepts in modern recruitment and modern recruitment practices. നെക്സ്റ്റ് നമുക്കൊരു 4-5 പോയിൻ്റ് കൂടെ കവർ ചെയ്യാനുണ്ട്. മോഡേൺ ട്രെൻഡ്സിൽ വരുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, അതായത് മോഡേൺ ടെക്നിക്ക് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പുതിയ ടെക്നിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ടിൽ നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് മോഡേൺ ടെക്നിക്ക് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, എന്തൊക്കെ മോഡേൺ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ്. It is a process of using the internet to actively seek out and recruit efficient candidate for an enterprise. ഒരു സ്ഥാപനത്തിന് വേണ്ടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, അവരെ അന്വേഷിക്കുമ്പോൾ അത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് അതല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. It is an online recruitment method that is used the latest technology for recruitment process. Recruitment processന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ്, ഇലക്ട്രോണിക് റിക്രൂട്ട്മെൻറ്റ് അതല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നൗ-എ-ഡേയ്സ് ടെക്നോളജീസ് ആർ ഡെവലപ്ഡ് സോ മച്ച്. നമുക്കറിയാം ഇന്ന് ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊരാളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് വഴി, വെബ്സൈറ്റ് വഴി, സോഷ്യൽ മീഡിയാസ് വഴി പല കമ്പനീസും അവരുടെ വാക്കൻസീസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാക്കൻസീസ് പബ്ലിഷ് ചെയ്യുമ്പോൾ ജോബ് സീക്കേഴ്സ് ഇത് കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയാസും അതേപോലെ മൊബൈൽ ഫോൺസൊക്കെ ഉള്ള നെറ്റ്വർക്കൊക്കെ വളരെ നന്നായി യൂസ് ചെയ്യുന്നവർ ഈ വാക്കൻസീസ് കാണുകയും അവരെ CV മെയിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, CV മീൻസ് കരിക്കുലം വിറ്റ ബയോഡാറ്റ മെയിൽ ചെയ്യും. അങ്ങനെ കമ്പനീസ് എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരിൽ നിന്ന് അവർക്കൊരു റിപ്ലൈ കൊടുക്കും, അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതായത് ഓൺലൈൻ ടെക്നോളജി വഴി എംപ്ലോയീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റിലൂടെ ചെയ്യുന്നത്. എംപ്ലോയീസ് അഡ്വർടൈസ് എംപ്ലോയേഴ്സ് ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനീസ് അഡ്വർടൈസ് ദെയർ ജോബ് റിക്വയർമെൻറ്റ് ഓൺ ജോബ് സൈറ്റുകളിൽ അവരെ റിക്വയർമെൻറ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യും. കാൻഡിഡേറ്റ് എന്ത് ചെയ്യും, ദേ സെൻഡ് ദെയർ CV ത്രൂ മെയിൽ ടു ദി ഓർഗനൈസേഷൻ. അവരെ CV മെയിൽ ചെയ്യും ഓർഗനൈസേഷന്. ഇതിലൂടെ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. ബൾക്ക് ഓഫ് ഇൻഫർമേഷൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അറ്റ് ടൈമിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരേ സമയം സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സമയവും കോസ്റ്റും ലാഭിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഇവിടെ കമ്പനി ചെയ്യുന്നത് വെച്ചാൽ ഒരു ഔട്ട്സോഴ്സിംഗ് ഫേം ഉണ്ടായിരിക്കും. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടുവയ്ക്കും. അതായത് ഒരുപാട് എംപ്ലോയീസ് കാൻഡിഡേറ്റ് അവർ രജിസ്റ്റർ ചെയ്തിട്ട് അവരെ ഫേമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് എംപ്ലോയീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഔട്ട്സോഴ്സിംഗ് ഫേം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷനാണോ എംപ്ലോയീസിന് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിനെയാണോ വേണ്ടത്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണോ വേണ്ടത്, അത് ഔട്ട്സോഴ്സിംഗ് ഫേമിനെ അറിയിക്കും. ദെൻ ഔട്ട്സോഴ്സിംഗ് ഫേം എന്ത് ചെയ്യും, അവർ കയ്യിലുള്ള എംപ്ലോയീസിനെ കോണ്ടാക്ട് ചെയ്ത് ആരെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെ ആർക്ക് കൊടുക്കും, കമ്പനീസിന് റിക്വയർഡ് ആയിട്ടുള്ള കമ്പനീസിന് അവരെ കൊടുക്കും. അതായത് അവരെ കോണ്ടാക്റ്റ് കൊടുക്കും, അവരെ അങ്ങനെ റിക്രൂട്ട് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെയും ക്ലയൻസിൻ്റെയും ഇടയിൽ ഇൻ്റർമീഡിയറി ആയിട്ടാണ് ഔട്ട്സോഴ്സിംഗ് ഫേം ആക്ട് ചെയ്യുന്നത്. ദേ ഹെൽപ്പ് ദി ഓർഗനൈസേഷൻ ഫോർ റിക്രൂട്ടിംഗ് പേഴ്സണൽ, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യാൻ ഇവർ സഹായിക്കും. ദി ഔട്ട്സോഴ്സിംഗ് ഫേം ചാർജ് ആൻ എമൗണ്ട് ആസ് എ ഫീ ഫോർ ദാറ്റ് സർവീസസ്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് ഔട്ട്സോഴ്സിംഗ് ഫേം എന്ത് ചെയ്യും, ഫീ ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ കമ്പനീസിൽ നിന്ന് അവർ ഫീ ചാർജ് ചെയ്യും. അതേപോലെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഓരോ കമ്പനീസ് അവരെ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാറ്റേഴ്സിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത് ഔട്ട്സോഴ്സിംഗ് ഫേംസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ മെറിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ആർ ഫ്രീ ഫ്രം കണ്ടക്ടിങ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ദേ ആർ ഫ്രീ ഫ്രം ദാറ്റ് പ്രോസസ്സ്, കാരണം അത് ഔട്ട്സോഴ്സിംഗ് ഫേം ചെയ്തു കൊടുക്കും. കമ്പനി ഓൺലി വാണ്ട് ടു ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് HRM. കമ്പനിക്ക് സ്ട്രാറ്റജിക് HRMൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ
ചെയ്യാനൊക്കെ സാധിക്കും. ഇനീഷ്യൽ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ ഔട്ട്സോഴ്സിംഗ് കമ്പനി, സോ ദ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ അതായത് ഔട്ട്സോഴ്സിംഗ് കമ്പനി വഴി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ് കമ്പനീസിന് ലാഭിക്കാനും സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പൗച്ചിങ് ആണ്. പൗച്ചിങ് മീൻസ് എംപ്ലോയിങ് എ കോമ്പിറ്റൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പൗച്ചിങ് എന്ന് പറയുന്നത്. by buying talent rather than developing. It is an unethical practice and it is a challenge for HR managers to retain efficient employee. ഈ പൗച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഇവർ മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും. ആ കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് ഏത് കമ്പനിക്കാണോ ആവശ്യം അവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ആ കമ്പനി കൊടുക്കുന്ന സാലറിയൊക്കെ കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്ത് അവർ കൊടുക്കുന്ന സർവീസിനൊക്കെ കൂടുതൽ സർവീസ്, അക്കോമഡേഷൻ ഫെസിലിറ്റി, അതർ അലവൻസ് എന്നൊക്കെ കൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ കമ്പനിക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി പൗച്ചിങ് എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ അട്രാക്റ്റ് ടാലൻറ്റഡ് ഫ്രം അതർ ഫേം. മറ്റ് ഫേമിൽ നിന്നാണ് ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ബൈ ഓഫറിങ് അട്രാക്റ്റീവ് പേ പാക്കേജ് അട്രാക്റ്റീവായിട്ട് അവർ ഓഫർ ചെയ്യും. അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർ ഓഫർ ചെയ്യും. ബെറ്റർ ദാൻ കറൻറ്റ് എംപ്ലോയർ ഓഫ് കാൻഡിഡേറ്റ്. ഒരു അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനി, ആ കമ്പനിയിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ഒരുപാട് നല്ല ഗ്രോത്ത് ഉണ്ട്, സെയിൽസ് ടേൺ ഓവർ ഉണ്ട്, അതേപോലെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ അവിടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കാം, ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കുക. വളരെ കാലിബറായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയി അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ കമ്പനിക്ക് ഇത്രയും പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എംപ്ലോയിനെ ഈ ഫേമിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് ഫേമുകളുണ്ടാവും, ഇതേപോലെയുള്ള വേറെ ഫേമുകളുണ്ടാവും, അവരെ കോമ്പറ്റീഷൻ ഇവരുമായിട്ടായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ കമ്പനി എന്ത് ചെയ്യും, പ്രത്യേകിച്ച് IT കമ്പനിയിലൊക്കെ കാണാം അങ്ങനെ അവരെന്ത് ചെയ്യും, ഈ എംപ്ലോയീനെ, അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ ആ ഒരു ബ്രെയിനും അയാളുടെ ഡിസിഷൻ മേക്കിങ്ങും കാരണമാണ് ആ കമ്പനിക്ക് അത്രയും ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ കോമ്പിറ്റൻ്റ് കമ്പനി ഇയാളെ കണ്ടുവയ്ക്കും. ആ കമ്പനി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി തരാം, കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് കുറച്ച് കൂടുതൽ അലവൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക, കുറച്ച് കൂടുതൽ ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് അയാൾ ഈ കമ്പനിയിലേക്ക് വരികയാണ്. ആ ഒരു പ്രോസസ്സാണ് പൗച്ചിങ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് എത്തിക്കലായിട്ടുള്ളൊരു പ്രോസസ്സല്ല, അൺഎത്തിക്കൽ പ്രാക്ടീസാണെന്ന് തന്നെ പറയാം. ഒരു ചാലഞ്ചും കൂടിയാണ് HR മാനേജർക്ക്. കാരണം ഇവർ ഇങ്ങോട്ട് കിട്ടിയാലും അയാൾക്ക് ഇവിടെ അയാളെ റിറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റ് കമ്പനീസ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ അയാൾക്ക് സാലറി കൊടുക്കണം, അയാളെ സാറ്റിസ്ഫൈ ചെയ്യണം, വേണ്ടേ? ഒരുപാട് കാലം അങ്ങനെ ചെയ്താലേ ഈ കമ്പനിയിൽ അയാൾ നിന്ന് പോകുള്ളൂ. അതല്ല, ഇതിനേക്കാൾ കൂടുതൽ ഓഫർ വേറൊരു കമ്പനി കൊടുക്കുമ്പോൾ അയാൾ അങ്ങോട്ട് പോകില്ലേ? അപ്പോൾ ഒരാളെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് HR മാനേജർക്ക്. അപ്പോൾ അതാണ് പൗച്ചിങ് അല്ലെങ്കിൽ റെയ്ഡിങ് ഒക്കെ പറയണത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ ഒരു മെത്തേഡ് കൂടെ ശരിക്കും ഡിസ്കസ് ചെയ്യാനുണ്ട്, അതായത് നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് മെത്തേഡ്. ഈ നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് റിക്രൂട്ടിംഗ് ഫേം. ഒരു റിക്രൂട്ടിംഗ് ഫേമും ക്ലയൻറ്റും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റിക്രൂട്ടിംഗ് ഫേമുകൾ ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. അതായത് ആ കാൻഡിഡേറ്റിൻ്റെ നെയിം, ബാക്ക്ഗ്രൗണ്ട്, എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻസ്, ക്യാപ്പബിലിറ്റീസ്, സ്കിൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റ അവർ സേവ് ചെയ്തിട്ടുണ്ടാവും, റിക്രൂട്ടിംഗ് ഫേം സേവ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ റിക്രൂട്ടിംഗ് ഫേം ഒരുപാട് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ സേവ് ചെയ്യുകയും വിവിധ കമ്പനീസ് അവർക്ക് എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് റിക്രൂട്ടിംഗ് ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ റിക്രൂട്ടിംഗ് ഫേം എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും അവൈലബിൾ ആവണമെന്നില്ല, വിവിധ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവൈലബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കും. ഓക്കെ, ഇനി ഓൾറെഡി അവിടെ ഉള്ള എംപ്ലോയീനെ അവർ മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇത് നടക്കും. കാരണം ഉള്ള എംപ്ലോയീനെ
പെട്ടെന്ന് അവർക്ക് ഒഴിവാക്കാം. പുതിയൊരു എംപ്ലോയിനെ വേണം എന്നുണ്ടെങ്കിൽ പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി കിട്ടും വരെ ഇയാൾ അവിടെ റിട്ടേൺ ചെയ്യാനും സാധിക്കും. അതിനുശേഷം പുതിയ ഒരാളെ എടുക്കാനും സാധിക്കും. അപ്പോൾ എപ്പോഴാണോ എംപ്ലോയീസിന് ആവശ്യമുള്ളത് റിക്രൂട്ടിംഗ് ഫേമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരെ അപ്രോച്ച് ചെയ്യുക. അവരിൽ നിന്ന് അവരുടെ ഡാറ്റാബേസിലുള്ള സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇവർക്ക് വേണ്ട എംപ്ലോയിനെ ഹയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ്സാണ്. ഫ്ലെക്സിബിൾ റിറ്റെയിൻഡ് സെർച്ചാണ്. അതായത് പെട്ടെന്ന് എംപ്ലോയീസിന് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. റിക്രൂട്ടിംഗ് ഫേമിൻ്റെ കയ്യിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതിൽ അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു കൊടുക്കാൻ, അതായത് ഹയർ ചെയ്യാനായിട്ട് പറ്റും, റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പൂൾ ഓഫ് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും ആ ഡാറ്റാബേസിൽ. അപ്പോൾ ആ നോളജ് ബേസ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരുപാട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ഉള്ള, ഒരുപാട് എംപ്ലോയീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ഉള്ള ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ കറൻ്റ്ലി അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോബ് സീക്ക് ചെയ്യാണോ, അവരെ ക്വാളിഫിക്കേഷൻ എന്താണോ. അപ്പോൾ അതിൽ അതേപോലെ ഒരു കറൻറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല സാലറി ഓഫർ ചെയ്തുകൊണ്ട് ഈ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ, ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വേറൊരു ജോലിക്ക് പോകാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെയും എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എടുക്കാൻ പറ്റും. കാരണം ഇത് അന്വേഷിക്കുകയോ എംപ്ലോയീസ് പരസ്യം ചെയ്ത് ആഡ് കൊടുത്തുകൊണ്ട് എംപ്ലോയീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ഓൾറെഡി ഫീഡ് ചെയ്ത ഇൻഫർമേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എംപ്ലോയിനെ എടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതിന് റിക്രൂട്ടിംഗ് ഫേം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നോളജ് ബേസ്ഡ് റിക്രൂട്ടിംഗ് മെത്തേഡിൽ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡേൺ ടെക്നിക്കിൽ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്, അതായത് റിക്രൂട്ട്മെൻറ്റ്, പിന്നെ ഔട്ട്സോഴ്സിങ്, പൗച്ചിങ് ആൻഡ് നോളജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.